സാറേ, പാകിസ്ഥാനിൽ പുതുതായിട്ട് ഒരു ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുന്നു. അപ്പോൾ അവരുടെ ശത്രുരാജ്യം എന്നറിയപ്പെടുന്ന ഇന്ത്യയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല, അതിൽ കൂടുതൽ ദൂരപരിധിയുള്ള ഒരു മിസൈൽ. അങ്ങനെയാണെങ്കിൽ അത് അമേരിക്കയെ ലക്ഷ്യം വെച്ചതാകാം എന്ന് അവർ കരുതുകയും അമേരിക്ക പാകിസ്ഥാന് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. ശരിയല്ലേ ഇത്? അതായത് ഇതിപ്പോൾ ഈ പവർ ബാലൻസ്, ശാക്തിക ബലാബലം അത് മാറുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1971 ബംഗ്ലാദേശ് യുദ്ധം നടക്കുമ്പോൾ അമേരിക്കയുടെ 7ാം കപ്പൽപ്പട വരുന്നുണ്ടായിരുന്നു ഇന്ത്യക്കെതിരെ അല്ലേ? ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അനുകൂലമായിട്ട്. കാരണം അന്ന് നിക്സനാണ് ഭരിക്കുന്നത്, കിസിഞ്ചറാണ് വിദേശകാര്യ സെക്രട്ടറി, വലിയ പവർഫുള്ളായ ആളാണല്ലോ. അതെ. അപ്പോൾ അവർ പാകിസ്ഥാൻ അനുകൂല നിലപാടാണ് എടുത്തിരുന്നത്. മാത്രമല്ല പാകിസ്ഥാൻ അന്ന് ഈ ചൈനയുമായിട്ട് ബന്ധം വളരെ വഷളാണ്. വളരെ വർഷങ്ങളായിട്ട് ചൈനയും അമേരിക്കയും തമ്മിൽ നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നില്ല. ചൈനയുമായിട്ടൊരു നയതന്ത്ര ബന്ധം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നിക്സൺ നടത്തുന്നുണ്ടായിരുന്നു. അതിന് ഇടനില നിന്നത് മുഴുവൻ പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാൻ അങ്ങനെ ഒരു ഇടനില കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് യുദ്ധം. അപ്പോൾ പാകിസ്ഥാൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അമേരിക്ക. ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ പാകിസ്ഥാനെ പെൻറ്റഗൺ, അതായത് പ്രതിരോധ മന്ത്രാലയം അവിടുത്തെ അമേരിക്കയിലെ കാണുന്നത് റഷ്യ, ഉത്തര കൊറിയ, ചൈന തുടങ്ങിയ ശത്രു രാജ്യങ്ങൾക്കൊപ്പമാണ്. ആ റഷ്യക്കും ഉത്തര കൊറിയയ്ക്കും ചൈനയ്ക്കുമാണ് അമേരിക്കയിൽ നാശമുണ്ടാക്കാൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉള്ളത്. ആ കൂട്ടത്തിലേക്ക് പാകിസ്ഥാനും വരുന്നു എന്നുള്ളതുകൊണ്ട് ഇത് പാകിസ്ഥാൻ്റെ പൊതു ഉടമയിലുള്ള നാഷണൽ ഡെവലപ്മെൻറ്റ് കോംപ്ലക്സ് NDC എന്ന് പറഞ്ഞൊരു സ്ഥാപനം ആണ് ഇതിൽ ഈ വികസിപ്പിക്കുന്നതിൽ മുമ്പിൽ നിൽക്കുന്നത്. ഈ സ്ഥാപനത്തിനെതിരെയും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾക്കെതിരെയും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. ഇത് വലിയ സംഭവവികാസമാണ്. ആഗോളതലത്തിൽ ഇന്ത്യക്ക് അനുകൂലവുമാണ്. അപ്പോൾ ഈ പെൻറ്റഗൺ ഇതിങ്ങനെ ഉപരോധം ഏർപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു മേഖലയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവരുടെ കൂടെ പാകിസ്ഥാൻ ചേർന്നേക്കാം. അതായത് റഷ്യ, ഉത്തര കൊറിയ, ചൈന ഇവരുടെ കൂടെ ആയിരിക്കും ഇനി പാകിസ്ഥാൻ്റെ സ്ഥാനം എന്നറിയാവുന്നത് കൊണ്ടാണ്. അതിൽ തെറ്റില്ല. കാരണം ചൈനയുമായിട്ട് പാകിസ്ഥാൻ വലിയ അടുപ്പമാണ്. അതെ, വലിയ ബന്ധമാണ്. എക്കണോമിക് കോറിഡോറൊക്കെ ഉണ്ട്. ഒരുപാട് അടിസ്ഥാന സൗകര്യ. പാകിസ്ഥാൻ്റെ കയ്യിൽ ഒരു പിച്ച രാഷ്ട്രമാണ്, പൈസയൊന്നുമില്ലല്ലോ. ചൈന കുറേ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ, പൈസ കൊടുക്കുന്നുണ്ട്, അവിടെ ഒരുപാട് നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൈനയെ വിട്ടൊരു കളി പാകിസ്ഥാനില്ല. ചൈനയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ശത്രു അമേരിക്കയുടെ. അപ്പോൾ ചൈനയുടെ കൂടെ നിൽക്കുന്ന പാകിസ്ഥാൻ എങ്ങനെയായാലും ശത്രുവായിരിക്കും. ഈ മിസൈൽ വികാസത്തിനൊക്കെ ചൈന വേണ്ടത്ര സഹായവും കൊടുക്കുന്നുണ്ടാവുമെന്ന് അമേരിക്ക കരുതുന്നുണ്ടാവാം. അങ്ങനെ കരുതിയാലും തെറ്റില്ല. അപ്പോൾ സൗത്ത് ഏഷ്യക്ക് പുറത്ത് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ പാകിസ്ഥാന് മിസൈൽ അയക്കാം. കേന്ദ്രത്തിലേക്ക്, സൗത്ത് ഏഷ്യക്ക് പുറത്ത്, അതായത് അമേരിക്കയിലേക്കൊക്കെ മിസൈൽ അയക്കാവുന്ന വിധത്തിൽ അങ്ങനൊരു മിസൈൽ പദ്ധതിക്ക് ലക്ഷ്യം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. സൗത്ത് ഏഷ്യയാണല്ലോ അതിൻ്റെ ഓപ്പറേഷൻ്റെ സ്ഥലം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാവുന്ന വിധത്തിൽ മിസൈൽ പദ്ധതി വികസിപ്പിച്ചിരിക്കുന്നു. അമേരിക്കയൊക്കെ വേണമെങ്കിൽ ആക്രമിക്കാവുന്ന വിധത്തിൽ. അതാണ് പ്രശ്നം. ആദ്യമായിട്ടാണ് അമേരിക്ക ഈ പാകിസ്ഥാനിലൊരു മിസൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉപരോധം സ്ഥാപനത്തിന് ഏർപ്പെടുത്തുന്നത്. 4 പാകിസ്ഥാൻ സ്ഥാപനങ്ങൾക്ക് ഈ ഉപരോധം ഉണ്ട്. പൊതു ഉടമയിലെ നാഷണൽ ഡെവലപ്മെൻറ്റ് കോംപ്ലക്സും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഈ NDC, ഇനി NDC എന്നാണ് പറയുക, നാഷണൽ ഡെവലപ്മെൻറ്റ് കോംപ്ലക്സ്. NDC ആണ് ഈ മിസൈലിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ വാങ്ങിയിരിക്കുന്നത് എന്ന് അമേരിക്ക കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ വെഹിക്കിൾ ഷാസി
ചേസിസ് എന്ന് പറയില്ലേ ഇവിടെ? ഷാസി എന്നാണ് അതിൻ്റെ ശരിയായ ഉച്ചാരണം എന്നാണ് പറയുക. അപ്പോൾ സ്പെഷ്യൽ വെഹിക്കിൾ ചാസി ഈ ലോഞ്ച് സപ്പോർട്ടിന് വേണ്ടിയിട്ട് മിസൈൽ ലോഞ്ച് ചെയ്യാനുള്ള സപ്പോർട്ട് ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾ മേടിച്ചിട്ടുണ്ട്. അതുപോലെ ഷഹീൻ സീരീസ് ഉണ്ടല്ലോ, ഷഹീൻ മിസൈലുകളുടെ പരമ്പര, അത് NDC ആണ് വികസിപ്പിക്കുന്നത്, നാഷണൽ ഡെവലപ്മെൻറ്റ് കോംപ്ലക്സ്. അമേരിക്കയുടെ പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, അതായത് ദേശീയ സുരക്ഷാ മേധാവി ജോൺ ഫൈനർ, അദ്ദേഹം കാർണഗി എൻഡോമെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസ്, രാജ്യാന്തര സമാധാന സമ്മേളനം, കാർണഗി എൻഡോമെൻറ്റിൻ്റെ ആ ചടങ്ങിൽ ഈ കാര്യത്തിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചപ്പോഴാണ് ഇത് പരസ്യമായിട്ട് ലോകമറിയുന്നത്. അമേരിക്കയും അതിന് ഹിറ്റ് ചെയ്യാൻ കഴിയും, അദ്ദേഹം പറഞ്ഞു. ജോൺ ഫൈനർ പറഞ്ഞു അമേരിക്കയും ഹിറ്റ് ചെയ്യാൻ കഴിയും. പാകിസ്ഥാൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ള സംശയം നമുക്കുണ്ട്, അത് ഒരു ഭീഷണിയാണ് അമേരിക്കയ്ക്ക് എന്ന് പറഞ്ഞു. ഇന്ത്യ ഈ വർഷം പല മിസൈലുകളും പരീക്ഷണം നടത്തി വിജയിച്ചു. നമ്മൾ പരീക്ഷിച്ചു. ഇത് ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെ എതിർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യത്തിൽ അമേരിക്കയൊന്നും വരുന്നില്ല. പ്രധാനമായും ചൈന ആണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ദരിദ്ര രാജ്യമായിട്ടും ഇന്ത്യക്ക് സമമാകാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരും മിസൈൽ പരീക്ഷണങ്ങൾ പലതരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ജീവിക്കാനുള്ള പൈസ ഇല്ല, പക്ഷെ മിസൈൽ ഉണ്ടാക്കും. പാകിസ്ഥാനെ നമുക്ക് വേണമെങ്കിൽ ഭസ്മമാക്കാനുള്ള ശേഷി നമ്മുടെ കയ്യിലുണ്ട്. ലോങ് റേഞ്ച് അഗ്നി 5 മിസൈൽ നമ്മൾ ഇക്കൊല്ലം പരീക്ഷിച്ചു വിജയകരമായിട്ട്. അതുപോലെ ആണവ അന്തർവാഹിനിയിൽ നിന്ന് തൊടുക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ വിജയകരമായി പരീക്ഷിച്ചു. ഇത് ചൈനയെ ലാക്കാക്കി ഉള്ള പരീക്ഷണങ്ങളാണ് നമ്മുടേത്. അതുപോലെ ഈ മാർച്ച് 11-ാം തീയതിയാണ് അഗ്നി 5 നമ്മൾ പരീക്ഷിച്ചത്. ദീർഘദൂര മിസൈലാണ്. MIRV ടെക്നോളജി ഉണ്ട്, അത് പാകിസ്ഥാനും ഉണ്ട്. ചൈനയുടെ ഡോങ് ഫെം 41 എന്ന് പറഞ്ഞ മിസൈലിന് ഏത് ഇന്ത്യൻ നഗരത്തെയും നശിപ്പിക്കാം. ചൈനയുടെ ഡോങ് ഫെം 41 വേണമെങ്കിൽ കൊച്ചി അവർക്ക് തകർക്കാവുന്നതേ ഉള്ളൂ ഈ മിസൈൽ കൊണ്ട്. അതിനുള്ള ശേഷി അവർക്കുണ്ട്. നമ്മൾ നവംബറിൽ ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചു. ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ ഹൈപ്പർസോണിക് മിസൈൽ വികസിപ്പിച്ചു. നവംബർ ഒടുവിൽ ആണ് അന്തർവാഹിനിയിൽ നിന്നുള്ള മിസൈൽ നമ്മൾ പരീക്ഷിച്ചത്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇന്ത്യക്ക് സ്ട്രാറ്റജിക് ന്യൂക്ലിയർ കമാൻഡ് അങ്ങനെ ഒരു സേനാ കേന്ദ്രവും വരാൻ പോകുന്നു. ആണവ സംഗതികൾക്കൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. പാകിസ്ഥാന് 2017 അബാബീൽ എന്ന് പറഞ്ഞ മധ്യദൂര മിസൈലുകൾ 2017 വികസിപ്പിച്ചിരുന്നു. 2200 കിലോമീറ്ററാണ് അതിൻ്റെ റേഞ്ച് വരിക. ഷഹീൻ 3 എന്ന് പറയുന്ന അവരുടെ മിസൈൽ 2750 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ആൻഡമാൻ ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങളൊക്കെ അവർക്ക് ശരിപ്പെടുത്താനായിട്ട് കഴിയും. ഇപ്പോൾ പാകിസ്ഥാൻ ഈ അമേരിക്കയുടെ ഉപരോധത്തിന് കാരണമായി വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ, ഭൂഖണ്ഡാന്തര ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന ബാലിസ്റ്റിക് മിസൈൽ, തൈമൂർ എന്നാണ് അതിൻ്റെ പേര്. പഴയ ഭീകരൻ്റെ പേരാണ് തൈമൂർ എന്നാണ് പേര്. 7000 കിലോമീറ്ററാണ് റേഞ്ച് അതിൻ്റെ, വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ ചൈനയുമായി വലിയ അടുപ്പത്തിലാണ്. ആ സഖ്യത്തിൻ്റെ ഒരു ധാരണയൊക്കെ ഈ മിസൈലിൻ്റെ പുറകിലുണ്ടാകും
എന്നാണ് അമേരിക്ക കരുതുന്നത്. അപ്പോൾ പാകിസ്ഥാൻ അമേരിക്കയെ ആക്രമിക്കാനും തയ്യാറാവും എന്ന് അമേരിക്ക കരുതുന്നു. റഷ്യ, ഉത്തര കൊറിയ, ചൈന, ഒരു ആക്സിസ് അച്ചുതണ്ട് പാകിസ്ഥാൻ, ഇങ്ങനെ 4 രാജ്യങ്ങൾ ചേർന്ന ഒരു അച്ചുതണ്ട് രൂപപ്പെടുന്നതായിട്ട് അമേരിക്ക കരുതുന്നു. സാർ, നമുക്ക് ഈ പൃഥ്വി, അഗ്നി തുടങ്ങിയ മിസൈലൊക്കെ രൂപകൽപ്പന ചെയ്യുമ്പോൾ നമുക്കും ഈ 5000-7000 റേഞ്ചൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കരുത്. പക്ഷേ നമ്മളത് പുറത്ത് പറയത്തില്ല, കാരണം നമുക്ക് അമേരിക്കയോ യൂറോപ്യൻ രാജ്യങ്ങളോ ഒന്നും ശത്രുവല്ല. പക്ഷേ ഈ ഷഹീൻ മിസൈലിനേക്കാൾ കൂടുതൽ തീവ്രമായ അല്ലെ ലോങ് റേഞ്ച് പരിധിയുള്ള മിസൈൽ ഇവർ നിർമ്മിക്കുമ്പോൾ ഇന്നോ നാളെയോ ആക്രമിക്കുമെന്നായിരിക്കില്ലല്ലോ അമേരിക്ക കരുതുന്നത്. ചിലപ്പോൾ 10, 20, 100 വർഷം കഴിയുമ്പോൾ ഭാവിയെ ഇത്ര മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്ക ചെയ്യുന്നു. അതൊരു ഭീരുത്വമാണോ? അതായത് ഈ മിസൈൽ പദ്ധതികളൊക്കെ ഒന്നാമത് IMF-ന്റെ പൈസ മേടിച്ചിട്ടാണ്. നമ്മൾ IMF ചർച്ച ചെയ്യാറുണ്ട്, ഇനിയുള്ള ഗഡുക്കൾ കൊടുക്കുവോ, വലിയ സംശയം ഉള്ളത് ഇതുകൊണ്ടൊക്കെയാണ്. അതായത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് 7000 കിലോമീറ്ററിലേക്കൊക്കെ പോകാവുന്നതാണ്. പക്ഷെ നമ്മൾ ഭൂഖണ്ഡാന്തര ഒരു ശത്രുവിനെ ഇപ്പൊ കാണുന്നില്ല. നമുക്ക് ബ്രിട്ടനെ ആക്രമിക്കണമെന്നോ ഫ്രാൻസിനെ ആക്രമിക്കണമെന്നോ ചിന്ത പോലും ഇല്ല. നമ്മൾ ഇവരൊക്കെ ആയിട്ട് സഖ്യത്തില് കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. പാകിസ്ഥാൻ എന്ത് കച്ചവടമാണ്? ഒന്നുമില്ലല്ലോ പാകിസ്ഥാൻ അങ്ങോട്ട് കൊടുക്കാൻ മറ്റു രാജ്യങ്ങൾക്ക്. ഈ ഭീകരതയല്ലാതെ പാകിസ്ഥാന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ഭീകരത, ദാരിദ്ര്യം, പിന്നെ ആ പിച്ചക്കാര്, അതാണ് സൗദി എല്ലാം കൂടി പറഞ്ഞിട്ട് കഴുതകള്. ഇതൊക്കെ പാകിസ്ഥാന്റെ കയ്യിലുള്ളൂ. ഇതൊന്നും അമേരിക്കയ്ക്ക് ആവശ്യമില്ല. പിന്നെ അമേരിക്കയെ ആക്രമിക്കേണ്ട എന്ത് കാര്യമാണ് പാകിസ്ഥാന്? അപ്പോൾ ഈ അമേരിക്കയുടെ ഉപരോധത്തോടെ അവർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു പറയാം അല്ലേ? അതെ, ഇതിപ്പോ എന്തായാലും ട്രംപ് വരുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഈ ഒരു സംഭവം ശരിക്കും കൂനിന്മേൽ കുരു പോലെയാണ് പാകിസ്ഥാന് വന്നിരിക്കുന്നത്. ഇന്ത്യക്ക് എന്തായാലും വളരെ നല്ല ഒരു സംഭവ വികാസമാണിത്. കാരണം ചൈനയും പാകിസ്ഥാനും കൂടി ഒന്നിച്ച് നിൽക്കുവോളം എന്തായാലും രണ്ടെണ്ണത്തിനെയും അമേരിക്കയും കൂടി കൈകാര്യം ചെയ്തോളും. ചൈനയും പാകിസ്ഥാനെയും നമ്മുടെ 2 ശത്രുക്കളാണല്ലോ അയൽപക്കത്തുള്ളത്, ഭീകര ശത്രുക്കളുമാണ്. എന്തായാലും ഇങ്ങനൊരു സംഭവ വികാസം ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.